والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനികളെ, ശുദ്ധീകരണ പ്രവർത്തനം ചെയ്യുന്ന സമയം വലിയ സമയം അടുത്ത് വന്നാൽ ഉടുവിനിക്കുള്ള മറവ് മാത്രം എടുക്കണം, സുന്നത്തിനെടുക്കണ്ട. ഓരോരോ പ്രാവശ്യത്തേക്ക് മുമ്പ് തന്നെയാണ്. അപ്പൊ ആ വർദ്ധനയ്ക്ക് അത്തരം സ്ഥാനം, അതുകൊണ്ട് അത്രയും നല്ല ഒരു സ്ഥാനത്ത് ഞാൻ പിന്നെ നിങ്ങൾ പറഞ്ഞ കുമ്പോലു ഉസ്താദ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നതാണ് ഞാൻ. എൻ്റെ നാട്ടുകാരൻ രണ്ടാൾക്കാരുണ്ടായിരുന്നു, മുഹമ്മദ് മുസ്ലിയാർ, മറ്റൊന്ന് കുമ്പോലു ഉസ്താദ് എന്ന് പറഞ്ഞ അഹമ്മദ് മുസ്ലിയാർ. ഇവർ രണ്ടാളെ നാട് എൻ്റെ നാട്ടിൽ പോയാൽ പാവൂർ ഈ മുഹമ്മദ് വേല എന്ന് പറയുന്നതാണ്. അയാളെ തെങ്ങനെ പോയിട്ട് ഒരു കൈ പോയിട്ട് ഒരേ കൈ ബഹുമാനപ്പെട്ട കുമ്പോല സ്ഥലത്ത് ചെയ്യുന്ന ഈ പുഴയുണ്ടല്ലേ, ആ പുഴയുടെ അപ്പുറത്തേക്ക് തോണിയിൽ വെച്ചിട്ട് ആൾക്കാരാണ് നമുക്ക് നാണക്കടങ്ങളെല്ലാം മഹാത്മാക്കളെ ആളുകൾക്ക്. അപ്പൊ ഒരു ദിവസം ഉസ്താദിനോട് ഉപ്പ പറഞ്ഞു, നീ ഈരിക്കുള്ള പോകണം, നാളെ പള്ളിയിലേക്ക് പോകത്താണ്. അത് പറഞ്ഞിട്ടാകുമ്പോ ഉസ്താദിന് എല്ലാ പ്രായത്തിലെ രാവിലെ വെച്ചിട്ടുണ്ട് പോയിട്ടാകുമ്പോ ഇയാളെ കാണുന്നില്ല. കാണാണ്ടാവുമ്പോ ഉപ്പ പള്ളിയിലെ പോയി നോക്കുമ്പോ ഇയാൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോവാൻ. അപ്പൊ ഉപ്പാനോട് പാപ്പ പറഞ്ഞു, നിങ്ങള് കുട്ടികളുടെ കൂടെ വെച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കട്ടെ. ഇത് ഉപ്പ എന്നോട് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ. എങ്ങനെ കഴിക്കും? നിങ്ങളെ പരന്റെ ചെലവ് ഞാൻ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം തലയിട്ടോ കമ്മീസ് ഷർട്ടിട്ട് പരക്കെ പോകുമ്പോ വൈദ്യാർ മുഹമ്മദ് വിടാർ അയാൾ പറഞ്ഞ നാണു പറ്റാണ് ഭാഷ നാണു പറ്റാണ് ആ നഗരത്തിൽ ഒന്നായിട്ട് കുമ്പോല സ്ഥലത്തിന് കുറച്ചാകുമ്പോൾ മഞ്ചേശ്വരത്ത് മുഹമ്മദ് പാണ്ഡ്യയുടെ പണി സൈഡുണ്ടായി. അല്ല, ഇതിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ആ സ്ഥലത്ത് വേണ്ടി അടവ് അന്ന് മുതൽ പിന്നെ വന്നത് ഉള്ളാടത്താണ്. ആ ഉള്ളാടത്തൊക്കെ വന്നാൽ നമ്മളെല്ലാം അടുത്ത് വിളിച്ചിട്ട് അന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഒരു സിഗരറ്റ് ഓടിട്ട് ആടുന്ന ഭാര്യ കാലത്തിന് ശേഷം തിരുക്കരപ്പ് ഒരു കുവത്തുൽ ഇസ്ലാം ഈ ബന്ധകൂട്ടത്തില് എന്റെ വലിയ സ്നേഹിതനായ കാസിം മുസ്ലിയാർ, ഞാനും ആളുടെ ഇയാൾ ബോധൻ ഈ ഇരിക്കാവുന്ന നോട്ടങ്ങൾ പിന്നെന്താ ആളുടെ അയാളുടെ ഉസ്താദ്, അയാളുടെ ഉപ്പ എന്റെ ഉസ്താദ്, എന്റെ ഉപ്പന്റെ ഉസ്താദ്. അതിന് മനസ്സിലാക്കാൻ ഉപ്പാന്റെ ഉസ്താദാണ് കാസിമി. അപ്പൊ ഈ കാസിമിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്ത് കാസിമിനാണ് നമ്മളെ ഉപ്പാമാരാണെന്ന് അതിനെ മാറ്റട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഓതാൻ പോകുന്നത് ഏടെ പോകുന്നത് അതിന്റെ പുറകെ കുറച്ച കാലം കഴിയുമ്പോ മണലുണ്ട് ഡിസായിട്ടുണ്ട്. കാസിമേഖാർ മണലുണ്ട് ആ കാസിമാർ പിന്നെ കാസിമേഖാർ എന്നോട് പറഞ്ഞ് കിതാബിന്റെ ഉള്ളിലേക്ക് മനസ്സിലാക്കണമെങ്കിൽ അത്തരം ഒരു ഉൾക്കാഴ്ച ഉള്ളവരാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വളരെ ഇവിടെ
ഒരു കുട്ടികൾക്കിപ്പോ നാവിലെടുത്താൽ കിട്ടുക അത്രത്തോളം ശരീരത്തിൽ തന്നെയാണ്. കൊണ്ട് പറഞ്ഞു അപ്പൊ ഈ പെട്ടിക്കൊള്ളിലോ മറ്റോ നാവ് കുത്തിരി അരച്ചെടുത്തെങ്കിൽ പോകണം. അതേ അവസരം നാവിലെടുത്തെങ്കിൽ ഇത്തരത്തോളം ശരീരത്തിലൂടെ ആവുന്നതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ അപ്പൊ ആ ഉസ്താദിന് വളരെ ഇങ്ങനെ മുട്ടത് പെണ്ണുങ്ങളോട് സുഖമായിപ്പോ പെണ്ണുങ്ങളോട് സാധിച്ചു. അതുകൊണ്ട് ഉസ്താദ് മുട്ടി ഇങ്ങനെ മുട്ടിലേക്ക് കേൾപ്പോ അത്തരം വരവുള്ള ഇവിടെയുള്ള മുഴുവൻ ഉസ്താദായ ഉമ്മൂൽ ഉസ്താദ് അവരെ ഞങ്ങൾ എല്ലാവരും അള്ളാഹു പറയുന്നു അള്ളാഹിനെ പേടിക്കുന്നവർ, പേടിക്കേണ്ട ക്രമത്തിൽ പേടിക്കുന്നവർ ആരാണ്? ഉലമാക്കളാണ്, ആലിമീങ്ങൾ. ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാ. ഒരു ആലിം അമറും ഉസ്താദും അള്ളാന്റെ റസൂലുമായിട്ടുള്ള ദൂരം എന്റെയും അള്ളാന്റെ ഇടയിലുള്ള ദൂരം പോലെ. ഞാൻ ഏറ്റവും താണാണ് ഈ നാട്ടിൽ വെച്ചിട്ട് നോക്കാം. എന്നാൽ ഒരു ആലിമിക്ക് ആബിദിനുള്ള ദൂരം അള്ളാഹിന്റെയും ഈ ആബിദിന്റെ പോലെയാണ്. അങ്ങനത്തെ കൂട്ടാണ് ആലിം. ആ ആലിമികൾ ഓതി കഴിഞ്ഞപ്പോൾ അവർക്കുള്ള താല്പര്യ ഒരു ഹിദായത്തുണ്ട്. മുഹമ്മദ് മുസ്ലിയാർ ആരെ കേട്ടിട്ടുണ്ട്? എല്ലാവരും ഞാൻ ചെറുപ്പത്തിൽ പോയിട്ട് കണ്ണൂർ പോകുന്ന സ്ഥലത്ത് ഒന്നായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ ബഹുമാനപ്പെട്ട തങ്ങളുടെ ചൊക്കളിൽ ഒരു വലിയൊരു പ്രശ്നങ്ങൾ. ആ പ്രശ്നം നടക്കുന്ന അവസരത്തിൽ കുത്തുബിനെ ഇതിനെ തീർക്കാൻ വേണ്ടിയിട്ട് അന്ന് എന്റെ ഒപ്പം കൂടെ അവിടെ പോയിട്ട് മസ്ലാഹത്തിന്റെ പറഞ്ഞു ഇത് കൂടുതൽ സംസാരിക്കുക അത് പറഞ്ഞു. അപ്പൊ ഒരു രണ്ടാളെ എന്നിട്ട് രണ്ടാളും 270 പോലെ 500 രൂപയ്ക്ക് ഒപ്പിട്ട് കൊടുക്കും. അയാളെ കാറ് ഉപ്പോൾ കയറി പറഞ്ഞു. ഉപ്പോൾ കയറിയിട്ട് കുറെ അങ്ങനത്തെ പോയി ചെറിയ വീട് ആടെ നിന്നിട്ട് പുറത്തേക്ക് പടിയുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കളന്നു. ഉസ്താദിനെ കുത്തുവിനെ കാണുന്ന പെണ്ണുങ്ങൾ പൊട്ടി കരഞ്ഞു പോയി. കരച്ചത് ഭയങ്കര. എന്നെ ജീവിതമല്ല, ജീവിതം വളരെ കഷ്ടപ്പെടാണ്. ആരും പറഞ്ഞു അടുത്ത ഇറങ്ങുമ്പോ ഉപയോഗിച്ചു. അത് ആരും സൗരത്താണ്. നിർത്തിട്ട് പ്രസംഗിച്ച സൗരത്താണോ സൗരയാണോ? അല്ല. പിന്നെ ഞാൻ ഇവിടെ ഓതുന്ന കാലത്ത് ആ പരന്റെ ഉള്ളില് പെണ്ണുങ്ങള് തേടിയുണ്ടായിരുന്നു. അത് ഞാൻ പോയിട്ടാണ് പിടിക്കും. അങ്ങനത്തെ ഉണ്ടായിരുന്നു. ന്യായക്കാരനെയോ ദർശനെ പറ്റിയോ കാര്യങ്ങളെ പറ്റി പറയട്ടെ. അപ്പൊ അങ്ങനെയുള്ള ദർശനം നടക്കുന്നത് കാശ്മീരാണ്. ാണ് എൻ്റെ ഒരു സുഹൃത്ത് അയാൾ മരിച്ചുപോയി. ഞാൻ നമ്മുടെ കൂട്ടത്തിൽ ഞാൻ തരുന്നത് അത് ൈസബൈനിയോ ബൈനരാറ്റി ഇല്ലാത്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിൽ ആമിൽ ചെയ്യാം. പൂജ്യത അത് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ. ഇത് മുസ്ലിമാരുടെ കാരണം അള്ളാഹുവിനുള്ള ആ കണക്ഷൻ താല്പര്യത്തെ കൊടുക്കുമ്പോൾ ഇൽമും ഹിദായത്തും കറാമത്തെ കിട്ടും. ബുഖാരിയിൽ തോന്നുന്ന ഓർമ്മ ശരിയാണ്.
വീട്ടിലെ ഒരു കറുത്ത പെണ്ണുങ്ങൾ വന്നുണ്ടായി. ഈ പെണ്ണുങ്ങൾ എന്റെ പണിയെല്ലാം തീർത്ത് ഒരു വൈദ്യം മനസ്സിലാണ്. പണ്ട് ഞാൻ മണാടം വന്നിട്ട് ഇങ്ങനെ അവിടെ പോയാലും അതുപോലെ വന്ന് പണിയെടുത്തിട്ടാണ് ഇങ്ങനെ വൃത്തിപ്പെട്ടവരുടെ ഇങ്ങനെ പാടും. ഈ ഇതെന്ത് പാട്ടുന്നുണ്ട്? അപ്പ പെണ്ണുങ്ങൾ പറയുന്നു, ഞാനൊരു തോപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു, അടിമേ. ആ വീട്ടില് ഒരു കല്യാണം. ഈ കല്യാണം ഉഷാറായിട്ട് നടക്കുമ്പോൾ പെണ്ണ് കുളിക്കാൻ വേണ്ടിയിട്ട് കുളിപ്പര, ഇന്നത്തെ പോലെ കുളിപ്പര പുറത്തര അവിടെ കുഞ്ഞിനെ കെട്ടിട്ട് കുളിക്കുമ്പോൾ ഇവരുടെ അടിയിലിടുന്ന മാല എന്തോ അവിടെ വെച്ചിട്ട് കറന്നുണ്ടായി അവിടെ വെച്ച് കുളിച്ചിട്ടോ. വരുമ്പോ ഒരു പക്ഷി വന്നിട്ട് കൊണ്ടേ മാല അവർ കുളിച്ചപ്പോ മാല കാണുന്നത് ഇവളെ അടിച്ച് ബുദ്ധിമുട്ട് ചെയ്ത് എത്രത്തോളം എൻ്റെ മൂത്രപ്പാൻ എൻ്റെ മുമ്പാകത്തിനെ കൂടി ആ ആൾക്കാർ നോക്കി സാധനമില്ല. അതുകൊണ്ട് അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്ന ഈ ലോകത്തിൽ മുഴുവൻ പടച്ച ഒരുത്തനിക്ക് എന്നെ കാണുന്നില്ല, എൻ്റെ അവസ്ഥ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ നിൽക്കുമ്പോ ആ പക്ഷി അങ്ങനെ രണ്ടാമത് മടങ്ങിക്കൊണ്ട് ആ മാലിന് അതേ സ്ഥലത്ത് ഇതെന്ത് വിഷയം അങ്ങനെ അവർ എന്നെ ഈ മാല കണ്ടാവും ബജറായി എന്നെ എഴുത്താക്കി വിട്ടിട്ട് ഞാൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്നിട്ട് ഞാൻ ഇസ്ലാമായി. അവിടുന്ന് ആ മാല കിട്ടാണ്ടാവും ഇസ്ലാമല്ല, എൻ്റെ പറയുകയാണ് ഇസ്ലാമായിരുന്നു പ്രകാശങ്ങൾ. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് വിഷയം പറഞ്ഞിട്ട് ആ ഇസ്ലാമായിട്ട് എന്ത് ചെയ്ത നിങ്ങൾ പള്ളിന്റെ ചുറ്റുഭാഗം അടിക്കലും ക്ലീനാണ്. ഇത് രണ്ടാൾക്ക് മാത്രമേ സാധിക്കൂ. ഇന്നമായ പിന്നെ ഈ അള്ളാഹുവിനും പരലോകത്തിനും ഒരുത്തരേക്ക് ഈമാനുണ്ടെങ്കിൽ അവർ പള്ളിനെ അടമനായിട്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവസാനം നാട് ഇസ്ലാമായ ഈമാനുണ്ടെങ്കിൽ മാത്രം പള്ളിനെ ഉണ്ടായിരിക്കാൻ വേണ്ടി സാധിക്കും. ആ പെണ്ണുങ്ങൾ കുറച്ച് ദിവസം കാണുമ്പോൾ ആ പെണ്ണുങ്ങളെ കാണുന്നില്ല. അപ്പുറം ചോദിച്ചു ആ പെണ്ണുണ്ടായിരുന്നു ഓളോട് പോയി, അത് മാത്രം ഓൾ മരിച്ചു പോയി. തങ്ങൾ വരാൻ തയ്യാറായിപ്പോയി. എന്താ എന്നോട് പറയാറ്? തങ്ങൾ ഉറങ്ങിക്കിട്ട ഉറക്കിന് ബുദ്ധിമുട്ടാണ്ട എന്ന് പറഞ്ഞു അവിടെ കബറി വിടുന്ന് കാണിച്ചു. അങ്ങനെ ആ കബറിനെ കണ്ടപ്പോൾ അവിടെ പോയി അള്ളാഹു റസൂൽ കബറിനെ മേലെ അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഈ കാലിനെ കുറിച്ച് ഇതിനെ ഊരിച്ച് അതിനെ അങ്ങനെ നിൽക്കണം. അങ്ങനെ ആ പെണ്ണുങ്ങളെ ഇവിടെ ആ പെണ്ണുങ്ങൾ പറയുമ്പോൾ അള്ളാഹു പെണ്ണുങ്ങൾക്ക് എന്താവശ്യമാണെങ്കിൽ അങ്ങനെ ഉള്ളതായിരിക്കുന്ന അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത് ഖുർആനെ
ഞാൻ ഈ ഇടയിൽ വെള്ളിയാഴ്ച വന്നപ്പോ ഒരിടെ പഠിക്കുന്ന ഒരു മുട്ടാലി, ആ മുട്ടാലിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഒരു ആയത്ത് ഓതായി, ആ ആയത്തിൽ എത്ര കാപ്പുകൾ എന്ന് നിയമം ഒരു ആയത്ത് ഞാൻ പറഞ്ഞു, അതിൽ എത്ര കാപ്പുകൾ നിയക്കണം. ആ ഓക്കെ, واتلو عليهم نبأ ابني آدم بالحق إذا قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأخبرنك قال إنما يتقبل الله من المتقين. കുട്ടി പറഞ്ഞു, 8 കാലം 10 ഉണ്ടായി. ആ കുട്ടി 8 എത്തിക്കാണ് എത്തി, 10 എത്തിയാണ് 8. അപ്പൊ 8 ആക്കുവാനുള്ള ഏതോ പ്രായത്തിന്റെ ഹർഫുകളെ തർത്തിപ്പായിട്ടാണ് എത്തിക്കണമെങ്കിൽ ആ കുട്ടിക്കുള്ള ബുദ്ധിയുണ്ട്. ആ കുട്ടിനോട് ഇതാക്കാൻ വേണ്ടി ആരയച്ചത്? വന്നിട്ടാണ് അന്ന് സെലക്ട്. ഈ കുമ്പോല പള്ളിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുമ്പോല പള്ളിക്ക് ഒരു പ്രാവശ്യം الرؤية الصالحة جزء من 46 جزءا من النبوة. സ്വപ്നം കാണാൻ എന്ന് പറഞ്ഞാൽ നുബുവത്തിന് 46 അംശങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ നുബുവത്തിലേക്ക് 23. അതിനെ 2 ഭാഗിച്ചാൽ എത്രയാവും? അതിന്റെ 46 അംശമുണ്ട്. ഒരംശം അതെത്ര? 6 മാസം. ആ 6 മാസത്തില് റസൂലുള്ളാഹിക്ക് വഴി എല്ലാം ഇറങ്ങിയുണ്ടായിട്ട് സ്വപ്നം. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, الرؤية الصالحة جزء من 46 جزءا من النبوة. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പയുടെ മുതലിസായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി അയാളെന്ന് വിളിക്കാൻ പറ്റില്ല. അവന്റെ മോൻ ചെറിയ കുട്ടി, 5-6 വയസ്സ്. അവന്റെ വീട്ടിലൊക്കെ ഞാൻ ആശ്രയിക്കാൻ പോകും. ഞാൻ വിളിച്ചവിടെ മോൻ ചെറിയൊരു കല്ല് കറക്കിട്ട് കൊണ്ട് അതിൻ്റെ ഇങ്ങനെ കൈൻ്റെ ഇങ്ങനെ മുതലിസായിരിക്കുന്ന ആ കാലത്ത് കമ്മിക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ 30 മുതലിപ്പായി ഞാൻ ഉപ്പനോട് ചോദിച്ചു, ഉപ്പ ഞങ്ങൾ രാത്രി ഇരുന്നാലും ഉപ്പ ഞങ്ങൾ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ പറ്റി അഭിപ്രായം. അപ്പൊ ഞാൻ ചോദിച്ചു ഉപ്പാനോട്, ഹൽ റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം? ഖാല നഅം. റസൂലുള്ളാഹ് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ഭാരതീയ സംസാരിക്കാൻ പഠിക്കും. നീ കണ്ട ആള് റസൂലുള്ളാഹിയെന്ന് തങ്ങളുടെ ഉപ്പാക്കാണ് മനസ്സിലായി. അപ്പൊ പറഞ്ഞപ്പ ഈ ചക്രവർത്തി എന്നിട്ട് ഇവിടെ 30 ഇനി 30 അധികം എടുത്താലും വീടില്ല. ഈ പുസ്തകം പറഞ്ഞ പിന്നെന്താക്കണം? ആളെ ബുദ്ധിമുട്ടാക്കണം. രാവിലെ 10 മണിയാകുമ്പോൾ അവർ കുട്ടിയെടുത്താൽ ചേർത്ത് കുട്ടി പറയും
ഞാൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് രാത്രി റസൂലുള്ളാഹി പറഞ്ഞു, രാവിലെ എന്റെ ബന്ധപ്പെട്ട ഒരു കുട്ടി ഇവിടത്തേക്ക് കുമ്പോലേക്ക് പോകാൻ വരും, നീ കേട്ടിട്ടോ? എനിക്ക് പറയാൻ പറ്റില്ല. ഉപ്പാനോട് റസൂലുള്ളാഹി പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ആ ഹദീസ് ഞാൻ പറഞ്ഞത്. സ്വപ്നം പറഞ്ഞിട്ടില്ല, അത് ഹക്കാണ്. അങ്ങനെ ആഗ്രഹപ്പെട്ട റസൂലുള്ളാഹിന്റെ നോട്ടോ ഈ നാട്ടിലേക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ പഠിച്ച എല്ലാവരെയും നമ്മളോട് നമുക്ക് ഈ മനസ്സിലാണ് വളരെ ക്ഷമത്തിന്റെ റഹ്മാൻ. അതുകൊണ്ട് നമുക്കുള്ള രോഗത്തിന് ശക്തിയാക്കണം. എൻ്റെ ഭാര്യ ഭയങ്കര സൂപ്പറായിട്ട് ഒന്നിരിക്കലോ പെട്ടെന്ന് സുഖാക്കണം, പെട്ടെന്ന് ബുദ്ധിമുട്ടായി ഇവിടെ വരുന്ന ഈ മുത്തായാലും ഈ ഉസ്താദുമാർ എല്ലാവരെയും നമ്മളെല്ലാവരും ഹൈറിലായിരിക്കാനും അതുപോലെ തന്നെ ഈ മഹിളാമാർ പ്രത്യേകിച്ച് ഒരുക്കിയിരിക്കുകയാണ്. മനസ്സിലാക്കുക, ഞാൻ വളരെ പഴയവർക്ക് മുമ്പ് കാണുന്നത് ശ്രമിച്ചത് അത്തരത്തിന് കുട്ടിനെ കാണിച്ചൊരു കുട്ടിയുടെ പഠിത്തം വിചാരിക്കും. എൻ്റെ മോൻ സ്കൂളിൽ ചേർത്തില്ല, നിങ്ങൾ ഇവിടെ അപ്പോഴെന്നോട് ഞാൻ എൻ്റെ കാര്യം ഒരു മാസം അപ്പൊ ഇവിടെ വന്നെങ്കിൽ എൻ്റെ ചോറ് തന്നെ കപ്പിലേക്ക് ഈ കുട്ടിക്ക് കിട്ടി പോയത് എന്നുദ്ദേശിച്ച് ഞാൻ ഭയങ്കര അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം ശരി പറയാം അമ്മനെന്താക്കണം എങ്ങനെ വെച്ചു ചോറ് വെച്ചിട്ട് അവിടെ കൈകളും അവിടെ ആരും കാണില്ല. ശരിക്കും ഇങ്ങനത്തെ ജനിക്കത്തിന്റെ ആരോഗ്യങ്ങളുണ്ട്. അവരുടെ ഭക്തക്കാരെ കിട്ടുന്നില്ല. നിങ്ങൾക്ക് എത്രയോ സലാമത്താക്കട്ടെ. അതുപോലെ തന്നെ എത്രയോ സാധുക്കൾ നാട്ടുണ്ടാവും. ഞാൻ ഏകദേശം ഒരു മാസത്തിന് 2 ലക്ഷം അങ്ങനെ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് കൂടി സാധുക്കൾക്ക് സഹായിക്കാൻ മുട്ടായാലും സഹായിക്കാനുള്ള പ്രവർത്തനം ഇന്നത്തെ സമയം ബഹുമാനികളെ അറിയിച്ചു പോകരുത്. അടുത്തതായി ബഹുമാനപ്പെട്ട സലാം ഉസ്താദ് അവர்கள் നമ്മോട് സംസാരിക്കുന്നതാണ്.